അതാണ് ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങളൊരു 1 ഡേ ട്രിപ്പിന് മൈസൂർക്ക് പോവുകയാണ്. ഇന്ന് അവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ഗൈസ് നോക്കൂ, ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ പഴയ വീടിൻ്റെ തൊട്ട് മുറ്റത്ത് വെച്ചാണ്. അതായത് ഞങ്ങൾ വർഷങ്ങളോളം ജീവിച്ച് വളർന്ന ഞങ്ങളുടെ പഴയ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട്. അതായത് ഇതെൻ്റെ സ്കൂള്, ഇതെൻ്റെ ഇടവക, അവിടെ എൻ്റെ UP സ്കൂള്, പിന്നെ അങ്ങനെയുള്ള സൺഡേ സ്കൂൾ, അതൊക്കെ ഇവിടെയായിരുന്നു. ഗൈസ് നോക്കൂ, അപ്പം ഇവിടെ വെച്ചൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു. അതേപോലെ തന്നെ നമ്മുടെ സന്തോഷവരെ വാർത്തയുണ്ട്. നാളെ നമുക്ക് കോടതി പോകണം, നമ്മുടെ പാസ്പോർട്ടിന്റെ ഓർഡർ മേടിക്കണം. ഗോ ടു അബ്രോഡ്. ടുഡേ കാണുന്നുണ്ടോ നിങ്ങൾ? 9 മാസം 2500 രൂപ വാച്ചാട്ടോ, നല്ല വാച്ചാണ് ഗൈസ്. ഇത് യാത്രക്കാർക്ക് വേണ്ടിയുള്ള ലോകത്തെ എല്ലാ സമയവും കിട്ടുന്ന വാച്ചാണ്. അപ്പൊ ഇന്ന് ജോസി സാറ് കുറെ നാൾ കൂടി ഞങ്ങളോട് ജോയിൻ ചെയ്യാണ്. ഇല്ല, എല്ലാരും ഉണ്ട്. എടാ, വാച്ച് ഇല്ലാത്തവര് കൃത്യനിഷ്ഠത ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പനെന്താ ഉണ്ണിച്ചേട്ടാ? ഗൈസ് നോക്കൂ, ഉണ്ണിച്ചേട്ടനോ ഇതെന്നാ UFO ഇപ്പം പോകുന്നത്? UFO എന്താ ഇപ്പം പോകുന്നത് അറിയത്തില്ല കേട്ടോ. ഇല്ലല്ല, ബ്ലോക്ക് ആയിരിക്കും സാർ, ബ്ലോക്ക് ആയിരിക്കും. വന്ന വഴിക്ക് ബ്ലോക്ക് ആയിരിക്കും. UFO പോയി. അത് എറണാകുളത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന കേട്ടോ. വക്കീലിന് വേണ്ടി തൊട്ട് പെണ്ണിലായിരുന്നു. അല്ല, ഇപ്പൊ ഓണത്തിന്റെ ഇതൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരിക്കില്ലേ. ഗൈസ് നോക്കൂ, ഉണ്ണിച്ചേട്ടനും അപ്പനും വീട്ടിൽ അവിടെ എന്തോ പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയേക്കാണ്. അപ്പം തൂമ്പ എടുക്കാൻ വേണ്ടി എലഞ്ഞമറ്റത്ത് പോയേക്കാണ്. അപ്പൊ നമുക്ക് ഗോ ടു മൈസൂർ. ഇന്ന് സാറുണ്ട്, സെബിനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ മൈസൂര് ഒരു ബാച്ചിൽ പാർട്ടി, ഞങ്ങളുടെ ഫ്രണ്ട്സ് സെറ്റപ്പില് ഒരു ചെറിയ പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ നേരെ പോവുകയാണ്. ജോസ്മി സാറാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ നമ്മുടെ സഫാരി ചെറുക്കൻ ഇവിടെ റെഡിയായി. വണ്ടിയിൽ ഞങ്ങൾ കൂളിംഗ് ഒട്ടിച്ചു 50%. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമപ്രകാരം വാഹനത്തിൽ കൂളിംഗ് ഒട്ടിക്കാനുള്ള നിയമം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ കൂളിംഗ് ഒട്ടിച്ചു. വളരെ സന്തോഷമായി വണ്ടി കൂളിംഗ് ഒട്ടിച്ച് കഴിഞ്ഞപ്പം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വലിയ ലിവർ കിട്ടു. ഇതിന്റെ ലിവർ എടുത്ത് കളഞ്ഞ് ഇത് ഇടാൻ നല്ല രസമാണ്, നല്ല സുഖമാണ്. ശരിയാണോ? എങ്ങനെയാണ് തോന്നുന്നത്? ബലം കുറവ് തോന്നി. അത് ഇത്രയും നീളം കൂടിയില്ലേ, അപ്പൊ ഒരു സ്മൂത്ത് ആയിട്ട് വീഴുന്നില്ലേ? സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. പോവാം ഗൈസ്, ഞങ്ങൾ അപ്പൊ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്രോക്സിമേറ്റ് ഒരു 100 എത്രയുണ്ട് സെബിന? 110 കിലോമീറ്റർ. 110 കിലോമീറ്റർ. അതെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും 220 110 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് മൈസൂർക്ക്. ഗൈസ് നോക്കൂ, ഞങ്ങൾ പഴയ പഠിച്ച് ഞങ്ങളുടെ സ്കൂള് പണ്ട് ഇങ്ങനത്തെ അല്ലായിരുന്നു, വലിയ സ്കൂളായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ +2. ഇതായിരുന്നു ഞങ്ങളുടെ +2 സ്കൂള്. ഞാനും സെബിനൊക്കെ പഠിച്ചാണ്. ലിബിൻ ഇവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. എന്റെ മഹത്വം കാരണം ലിബിൻ ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പം നേരെ ഞങ്ങള് ഇനിയിപ്പം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 2-3 കിലോമീറ്റർ ഉള്ളൂ ബോർഡറിന്, കർണാടക ബോർഡറിന്. 50 രൂപ അവിടെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതിന് സാറിനുണ്ടോ? നമ്മൾ ഫ്രണ്ട്സ് സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഗൈസ് നോക്കൂ, ഇത് ഒരു UFO വേറെ ഇത് കിടക്കുന്നു. സ്ലീപ്പർ പ്രകാശ്, സ്ലീപ്പർ, UFO, പിന്നെ ഇരിപ്പ്. ഗൈസ് ഇവിടുന്ന് ബാംഗ്ലൂർ ബസ്സിൽ പോലെ തന്നെയാണ് ഇപ്പൊ ഇവിടുന്ന് എറണാകുളത്തിന്. ഏതാണ്ട് 6-7 വണ്ടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇരുട്ടിന്ന് ഇപ്പം എറണാകുളത്തിന് സർവീസ്. എന്തോരം വണ്ടിയാണെന്നറിയോ. അതിനനുസരിച്ച് ആൾക്കാരും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ട്രെയിനിന് ടിക്കറ്റ് കിട്ടാത്തതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് തിരിച്ചിട്ടുണ്ട്? മൈസൂരിന് 126, ബാംഗ്ലൂരിന് 256. എത്ര കിലോമീറ്റർ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടാവും, ചിലപ്പം തിരക്ക് വളരെ കുറവായിരിക്കും. ഓണം കഴിഞ്ഞൊക്കെ ആൾക്കാർ 2 ദിവസം കഴിഞ്ഞ് കയറി പോകുന്ന ദിവസം ആൾക്കാർക്ക് തിരിച്ചു പോകുന്ന സമയമാണ്. ഭയങ്കര ചെക്കിങ് കേട്ടോ. വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂത്താന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ ചെക്ക് ചെയ്യും കേട്ടോ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ചെക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ തലയിരിക്കും. അതുകൊണ്ട് അവരും അവരുടെ ഭാഗത്തും ചെക്ക് ചെയ്ത് നമ്മളങ്ങനെ കേരള കർണാടക പകുതിയുള്ള പാലം കടന്ന് നമ്മൾ നേരെ കയറേണ്ടത് കേട്ടോ. കിട്ടില്ലം പുഴ, ഈ ഒരു പുഴ വെച്ചാണ് കൂട്ടുപുഴ എന്നുള്ള ഒരു ഇത് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് കർണാടകയുടെ ഭാഗത്തോട്ട് കയറി തുടങ്ങുവാണ്. വാഹനങ്ങളെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് കയറുന്ന ഭാഗത്തൊക്കെ നല്ല തിരക്കാനുള്ള സാധ്യതയുണ്ട്. കർണാടകയുടെ കുണ്ട്രാവു എന്നാണ് ഇനി പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. KSRTC ബസ് മന്ദം നടന്നു പോകുന്നുണ്ട്. യെസ് ഗൈസ്, അത്യാവശ്യം നല്ല തിരക്കാണ്. നല്ല തിരക്കുണ്ട്, നല്ല കുഴിയുണ്ട്, നല്ല പൊടിയും. അത്യാവശ്യം നല്ല പൊടിയാണ്. കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് തീരെ മോശമായി. സാറേ എത്ര വർഷമായി? 15 വർഷത്തിന് മേളിലായി ഈ റോഡ് പണിതിട്ടിട്ട് കേട്ടോ. എങ്കിലും പല ഭാഗങ്ങളിലെ ചെറിയ രീതിയിലുള്ള കുഴികളുള്ളൂ.
ബാക്കിയൊക്കെ അതിമനോഹരമായിട്ട് കിടക്കും. ഡെൻസിറ്റി, അതായത് വണ്ടിയുടെ സാന്ദ്രത വെച്ചിട്ട് ശരിക്കും നാഷണൽ ഹൈവേ ആയിട്ട് പണ്ട് അംഗീകരിച്ച റോഡ് തന്നെയാണ്. പക്ഷെ ഇതുവരെ നാഷണൽ ഹൈവേ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തില്ല. അല്ലേ? പിന്നെ വേറൊരു കേസ് ഞാൻ സാറിനോട് പറയട്ടെ, ഈ കാണുന്ന പിന്നെ ആന്ധ്ര വണ്ടി, വെസ്റ്റ് ബംഗാൾ വണ്ടി, ഇതൊന്നും പണ്ട് ഇതിലെ കണ്ടമാനം ഓടിക്കൊണ്ടിരുന്നതാണ്. ഒരിടയ്ക്ക് ഈ റോഡ് ക്ലോസ് ചെയ്തപ്പം ഇതൊക്കെ നിന്ന് പോയായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ വീണ്ടും ഇപ്പം റൂട്ട് മാറിപ്പോയി. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, വീണ്ടും പിന്നെ ഇത് വന്നു തുടങ്ങി. ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമായിട്ട്. അതെ അതെ അതെ. ദൈവമേ, നിന്റെ വായി നാക്കുണ്ടോടാ? ഓ, ഞാൻ വിചാരിച്ചു നിന്റെ വായിൽ അമ്പഴങ്ങ എന്നാണ്. വണ്ടി മറിഞ്ഞു. എന്നിട്ട് രാവിലെ വണ്ടിയൊക്കെ ഉച്ചയ്ക്ക് എവിടെ സാറ് പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അത് എത്ര പ്രാവശ്യം നമ്മൾ ഇതിലെ പോയാലും മടുക്കില്ല. രാവിലെ നല്ല ഫീലിംഗ് അതിന്റെ പറഞ്ഞ, അതും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആ ഒരു തരിപ്പ് നമ്മുടെ അങ്ങോട്ട് മാറത്തൂല കേട്ടോ. നമ്മുടെ ഈ ഒരു ചുരത്തിന്റെ മെയിൻ പ്രശ്നം കേട്ടോ. ചിലപ്പോൾ വണ്ടികൾ ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയി പോയതാ. എന്തോ അതിന്റെ പോയിട്ടോ. അതായത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ ചുരം കയറി നമ്മൾ അങ്ങനെ ഇപ്പൊ എവിടെ എത്തി? പെരുമ്പാടി. ഗൈസ് നോക്കൂ, ലിവിൽ ഇത്ര നേരം കണ്ണടച്ചിരിക്കുവായിരുന്നു. എന്തുകൊണ്ടാണ് ലിവിനെ ചുരം കാണാതിരിക്കാനാ? റോഡ് കാണാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല കിടിലൻ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിട്ടോ. അപ്പം നല്ല തെളിച്ചായി അല്ലേ? നല്ല കിടിലം തെളിച്ചു. മൂടലൊക്കെ അങ്ങ് മാറി. ഫുള്ള് കാപ്പിത്തോട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയുടെ ഒരു മെയിൻ പ്രത്യേകത വെച്ചാല് അപ്പുറം ഇപ്പുറമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാപ്പിത്തോട്ടങ്ങളാണ് സുഹൃത്തുക്കളെ. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ. തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ. പകലുകളായി മാറുമ്പോൾ ലക്ഷ്യം മെല്ലെ നമ്മിൽ ചേരുന്നേ. ആരവമെല്ലാം വന്നിന്നൊരു കാതിൽ മെല്ലെ ചൊല്ലുന്നേ. ലോകം മെല്ലെ താനെ മാറുന്നേ. തിരയില്ല കടലോ മെല്ലെ താളം തുള്ളുന്നേ. അറിയാക്കഥ ചൊല്ലാനായി തിരയാൻ നിൽക്കല്ലേ. ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടാൻ പോകുന്നേ. ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ. ഗൈസ്, ഞങ്ങളുണ്ടല്ലോ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി സെവിനിപ്പം വീണാന്. ഇവിടെ നല്ല കിട്ടിലും ക്യാബേജ് തോട്ടം കേട്ടോ. അത്യാവശ്യം നല്ല ഏക്കർ കണക്കിന് കിടക്കുവാട്ടോ. ഇത് അങ്ങ് വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇട്ടിട്ട് ഇത് കിളുത്ത് വന്നതേ ഉള്ളൂ. ആയിട്ടില്ലല്ലോ? ആയിട്ടുണ്ടോ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നിൽക്കുന്ന കേട്ടോ. ഉറങ്ങി മടുത്തു. കണ്ണടച്ചതുള്ളൂ, ഉറങ്ങിയിട്ടില്ല സാറേ. ഇത് ആയിട്ടില്ല സാറേ, മൂത്തില്ല. ഇത് നട്ടതേ ഉള്ളൂ കേട്ടോ. നട്ട് കിളുമ്പ് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഇതിന്റെ കിളുന്തായിട്ട്. ഏത്? അത് ജോസ്മി സാറിനെ പോലെ മൂത്തുപോയി. നീ കിളുന്ത് സമയം അല്ലേ? ഇതിപ്പോ നട്ടതേ ഉള്ളൂ. ഇത് കോളിഫ്ലവർ ആണോ അല്ലെങ്കിൽ മറ്റേതാണോ? ഇത് കണ്ടിട്ട് കോളിഫ്ലവർ അല്ല ക്യാബേജ് ആണോ? ക്യാബേജ് കുറച്ചുകൂടി കൂടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാറേ ഇവിടെയൊക്കെ ഉണ്ടല്ലോ സാറേ നമ്മുടെ നാട്ടിലെ പോലെ ചുടുകട്ട അല്ലേ? വെട്ടുകല്ലില്ല, ചുടുകട്ട. ഇത് നോക്കിയേ, ഇതൊക്കെ ചുടുകട്ടലുണ്ടാക്കിയ വീടുകളാണ് നമ്മുടെ നാട്ടിൽ. ഇതിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ മൈസൂർ എത്താറായോ? ഒരു 80 കിലോമീറ്റർ കൂടി ഉണ്ടോ? ഗൈസ് ഏതാണ്ട് 80 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പിന്നെ ഒരു റിലാക്സേഷൻ, ഞങ്ങളുടെ കാലം നോക്കി ഓർത്ത് ഞങ്ങൾ വാഹനം നിർത്തിയാണ്. തൊട്ടപ്പുറത്ത് ഒരു കരിക്കോടുണ്ട്, അവിടുന്ന് കരിക്ക് ഓടിക്കണം. നമുക്ക് നടക്കാം സെബിനെ, വാ നമുക്ക് നടക്കാം. സാറ് വണ്ടിയും കൊണ്ട് വരട്ടെ. ഗൈസ് ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു പോകാട്ടോ. അവിടെ നിർത്തിയ വാഹനം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടു. ഇത് ഇവിടെയാണ് കരിക്ക്. ഈ ഒരു കരിക്ക് പിടിക്കാൻ വേണ്ടിയാണ്. എടാ ആ തേങ്ങ കൊള്ളൂല കേട്ടോ. രണ്ടുപേര് ഫെയിൽ ആയിട്ടോ. ലിവിന് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് തോന്നുന്നു. അവൻ എന്നെ ചതിച്ചു. കൂമ്പി എടാ ചട്ടനെ പൊട്ടൻ ചോദിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും. സെവിന് കിട്ടിയത് പേട്. ലിവിന് നല്ല സാധനം കിട്ടിയ. ഞാൻ അതിന് ഉള്ളിലുള്ള മതിയെന്ന് പറയണ്ടായിരുന്നു കേട്ടോ സെവിന്.
ലക്ഷ്യം മെല്ലെ നമ്മിൽ ചേരുന്നേ ആരവമെല്ലാം വന്നിന്നൊരു കാതിൽ മെല്ലെ ചൊല്ലുന്നേ ലോകം മെല്ലെ താനെ മാറുന്നേ തിരയില്ല കടലോ മെല്ലെ താളം തുള്ളുന്നേ അറിയാക്കഥ ചൊല്ലാനായി തിരയാൻ നിൽക്കല്ലേ ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടാൻ പോകുന്നേ ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ തന്നന്നം നാനാനെ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഞങ്ങളുണ്ടല്ലോ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഞങ്ങൾ കുറേ നാളായി പാനിപ്പൂരി വെച്ചിട്ട് ആഗ്രഹിച്ച ഒരു പൂരി കഴിക്കണോന്ന്. അല്ലേ എനിക്കൊരു പാനിപ്പൂരി സാറിനും വേണ്ട ഇതിനും വേണ്ടെന്ന് വേണ്ട നിനക്ക് വേണ്ടടാ നീ കഴിക്കണം നീ കഴിച്ചില്ല ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കും സിബിൻ നീ കഴിച്ചില്ല ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കും നീയോ? നീ ഇവിടെ വിഷമിക്കരുത്. നല്ല സൂപ്പർ പാനിയാ മോനെ കണ്ടാ അറിയാം പുള്ളിയുടെ ആ മസാല ഓരോ ക്രിസ്പി ആയിട്ടുള്ള നല്ല കിഡിലും പാവം പുള്ളീനെ ഉസ്താമണി തുടങ്ങി കഴിച്ച് നോക്കൂ ലിബിൻ വരും കേട്ടോ അതായത് നല്ല കിഡിലും സാറ് പിടിച്ചോ എൻ്റെ പിടിച്ചു സാധനം കേട്ടോ, പറക്കുന്ന സാധനം. പറക്കുന്ന സാധനമാടാ വെള്ളം വെള്ളം കണ്ടോ ലിവിനെ അങ്ങനെ കണ്ടോ ലിവിനെ അല്ല, ആണോ പുളിയുണ്ട്, എരിവുണ്ട്. ആഹാ ഗംഭീരം ഓഹോ ഈ പാനിപ്പൂരിയാണോ നീ കൊള്ളൂല എന്ന് പറഞ്ഞേ സൂപ്പർ അല്ലേ കിട്ടാതെ പോയാനെ. ആഹാ കിട്ടുന്ന സാധനം കേട്ടോ എങ്ങനെയുണ്ട് ലിബിയ ഉറക്കമൊക്കെ പമ്പ് ഉറക്കും കേട്ടോ ഓ സാറടിച്ചോ സാറടിച്ചോ സാറിന് ബാത്റൂമിൽ പോകാന്നുള്ള പേടിയാ കേട്ടോ ഒന്നുമില്ല സാറ് പിടിച്ചോ അടി അടി സാറിൻ്റെ ഉറക്കമൊക്കെ അങ്ങ് പോയി കിട്ടി ഓഹോ നല്ല ഒന്നാം തരം കൊള്ളാം ഇനി പറഞ്ഞ് സാറ് ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ സ്ഥലത്തോട്ട് ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടു നിർത്തി എവിടെയാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് കാർ മ്യൂസിയം. അതായത് കാറുകൾ നമുക്ക് തൊട്ടറിയാനും പഴയ കാറുകൾ കണ്ടുകൊണ്ട് കാണാനും പറഞ്ഞിട്ടുണ്ടോ ഇല്ല. ഗൈസ് നോക്കൂ നമ്മൾ ഈ കാണുന്ന മൈസൂർ വന്ന ഈ ഒരു കിഡിലൻ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഈ ഒരു കാർ മ്യൂസിയമാണ്. ഇതിനകത്ത് കുറേ വിൻറ്റേജ് കാറുകളുണ്ട്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. സാർ ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ചോദിക്കണ്ടല്ലോ ആദ്യമായിട്ടാ ഞാനും അതായിട്ടാ കാണണമെന്ന് കുറെ കാലം വിചാരിച്ചു. നമ്മൾ എന്നെ മണ്ടന്മാരാ സാറേ. ഈ കാണുന്ന മെയിൻ ഹൈവേ കൂടെ വന്ന് നമുക്ക് കയറി അതായിരുന്നു ഞങ്ങൾ ഷോർട്ട് കട്ട് ശരിയാ ഞങ്ങൾ ഷോർട്ട് കട്ട് ഒക്കെ കയറി വന്ന അത് വലിയ അബദ്ധമായി മാറിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാറുണ്ട്. MRF-ന്റെ ടയർ പോലില്ല സാറേ കണ്ടിട്ട് അല്ലേ സാർ? അതിന്റെ പേരിന് പയന. ആദ്യം തന്നെ ഒരു കാളവണ്ടിയുടെ സംഭവമൊക്കെ ആട്ടോ അതിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചാക്കണേ. ഞാൻ പിന്നെ സെബിനോട് അത് ചോദിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവന് വിദ്യാഭ്യാസം ഇല്ല, എൻ്റെ കൂട്ടുകാരനാണല്ലോ, നമ്മുടെ ആ ഒരു തരവൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ. നീ എന്നെ നടക്കുന്നത് ലിവിന്റെ നിക്കറ കേട്ടോ, 2 രൂപയ്ക്ക് റെന്റിന് എടുത്താക്കുന്ന. അതെ അവൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ലിവിന്റെ മാനേജർ ആവുമല്ലോ, അപ്പൊ എന്തിട്ടാലും ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ബോർഡറും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ അങ്ങനെ നടന്ന് ഞങ്ങൾ ഇതിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ കറക്റ്റ് ഒരു കാളവണ്ടിയുടെ ലോഗോ സെറ്റ് പാട്ടാണ് വെച്ചേക്കുന്നത്. കാളവണ്ടി പകുതി കാറും അല്ല സെബിനെ. തൊട്ട് ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ഇതാണ് ഹൈവേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബാംഗ്ലൂർ പോകുന്ന ഹൈവേ എന്ന് ശരിക്കും നമുക്ക് ആ വഴി വന്നാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ വഴി മാറി വന്നു. ഇത് പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ? ഇത് പ്രൈവറ്റ് അല്ലേ? അല്ലേ? കണ്ടാൽ തന്നെ അറിയാം. അതിനാ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത്രയും ആസൂത്രണം ഒന്നും ചെയ്യില്ല. കുറച്ചുകൂടെ ഒരു ഒന്ന് അങ്ങോട്ട് നോക്കുക. ആ ചെരിച്ചു വെച്ചേക്കുന്നത് ഗവൺമെന്റ് ആണ്. നേരെ കോസ്റ്റ് കൺട്രോൾ. ഇത് ചെറുതായിരിക്കും. കാണുന്ന മ്യൂസിയത്തിന്റെ സകല ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് പ്രൈസ് പെർ പേഴ്സൺ. പിന്നെ മ്യൂസിയം 8 മണി വരെ ഉണ്ട്. ചിൽഡ്രൻ താഴെയുള്ള കുട്ടികൾ ID കാർഡ് കൊണ്ടുവരുവാണെങ്കിൽ, അതായത് 12 വയസ്സ്, എനിക്ക് 12 വയസ്സാന്ന് പറഞ്ഞാൽ സമ്മതിക്കല്ലോ അവര്. ID കാർഡ് കൊണ്ടുവരുവാണെങ്കിൽ. പിന്നെ ആർമി പേഴ്സൺ ഉണ്ട് സാറേ, എക്സ് ആർമി പേഴ്സൺ കംപ്ലീറ്റ് എൻട്രി, കോംപ്ലിമെന്ററി എൻട്രി ഉണ്ട്. എക്സ് ആർമി ID കാർഡ് കാണിക്കും. പിന്നെ ബാഗേജ് ഒന്നും കയറ്റാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതൊന്നും തൊട്ട് നോക്കാൻ പാടില്ല. അതെ അങ്ങനെ ഉണ്ടോ? അതിൽ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ കണ്ട ആസ്റ്റൺ മാർട്ടിന്റെ 12.6 ഹെർലി എന്നാ വരുന്നത്, ഹാർലി. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. പൈപ്പിനേക്കാളും കൂടുതൽ കമ്പിയുടെ പൈപ്പായിരുന്നു ഏറ്റവും കൂടുതൽ. ഇതേ ഓക്കെ ഇങ്ങോട്ട് നോക്കിയേ, കാളവണ്ടി, ഉന്തുവണ്ടി, ആ വണ്ടി, ഈ വണ്ടി, ഇത് എഞ്ചിനുകള്. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വണ്ടി കേട്ടോ. നാനോട് അത്ര ഉണ്ടാവും. ഇതേ മെഴ്സഡീസ് അല്ലേ? മെഴ്സഡീസ് അല്ല സാറേ, ഇതേതാ?
സ്റ്റഡി ബാക്ക് അങ്ങനെ എന്നാ സ്റ്റഡി ജർമ്മനി വണ്ടിയാണ്. ഓ ഗൈസ് എൻ്റെ ലാമ്പ് നോക്കി തൂറ് സാധനം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ. ഇത് കൊള്ളാലോടാ. അടുത്ത ഏതാ? ഫോർഡ്, പഴയ ഫോർഡ്. എന്തൊരു ചെറിയ വണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് നോക്കിയടാ, പഴയ ഫോർഡ് ഗൈസ്, പഴയ ഫോർഡ് കേട്ടോ. ഇത് അടുത്തുണ്ടോ? അല്ല, ഇത് മോറിസ് ആടാ. ഇത് പഴയ മോറിസ്. ഇത് അടുത്ത് നോക്കിയേ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് കേട്ടോ. ഇതേതാ സാറേ? ഇതേതാ? ഞാൻ ആദ്യമായിട്ട് കാണുക. മേഡ് ഇൻ യുണൈറ്റഡ് കിങ്ഡം. ഇത് കിഡിലിനൊരു വണ്ടി കിടക്കുന്ന ജർമ്മനി. ഇത് ജർമ്മനി കേട്ടോ. ഇവിടെ ഈ വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടി മാത്രം കിഡിലൻ കളക്ഷനുകളാണ്. ഇത് പല്ലക്ക് രാജാവിൻ്റെ പല്ലക്കാട്ടോ. രാജാവിനെ മറ്റേ പ്രജകൾ ഈ എടുത്തുകൊണ്ട് പോകുന്ന സാധനമില്ലേ, ആ സാധനം. ഇതൊരു അപാര വണ്ടിയാട്ടോ. ഇത് രാജാവിൻ്റെ ആണോടാ? ഇംഗ്ലണ്ട്. ബെൻസിന്റെ കമ്പനിയാണ്, ഡെയിംലർ കമ്പനി. ബെൻസിന്റെ ആദ്യമായിട്ട് മോഡലാണ്. ഇതാ മറ്റേ ഇതൊന്നുമില്ല, ഡെയിംലർ കമ്പനിയുടെ ഇതാ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അങ്ങനെ വലിയ ആളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇഷ്ടം പോലെ ഇതേ ബൈക്ക് കളക്ഷൻ. എന്തോ ഒരു ബൈക്കാന്ന് നോക്കിയേ സാറേ. ഇതാ ലൂണ ഇരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇതാ പ്രത്യേക തരത്തിലൊരു ബൈക്കാണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ M80 എന്തോ ഒരു ബൈക്ക് സെറ്റപ്പ് നോക്കിയേ. ഇവിടെ അത്യാവശ്യം കിട്ടുന്നൊരു വണ്ടി ഉണ്ട് കേട്ടോ സാറേ. ഫ്രാൻസിന്റെ 1947 സാധനം. അതാ സിട്രോൺ കമ്പനി ഇപ്പോൾ ഇന്ത്യ വരുന്നുണ്ട്. സിട്രോൺ അതല്ലേ പിന്നെ സിട്രോണിന്റെ ലോഗോ ഉണ്ടോ? സിട്രോണാ? സിട്രോണിന്റെ വണ്ടി. ഇത് അംബാസഡർ ആണോ? അല്ലല്ലോ, അതല്ല, ഹിൽമാൻ അല്ലേ? ഹിൽമാൻ ആണോ? പിന്നെ അടുത്തത് ആസ്റ്റൺ. അത് തന്നെ. എവിടുന്നാ? ഇംഗ്ലണ്ട്. ഗൈസ് ഇത് അടുത്തത്. ഗൈസ് ഇത് ഫുള്ള് വിന്റേജ് ടൈപ്പ് സാധനങ്ങളാട്ടോ. ഇവിടെ ഇങ്ങനെ നീണ്ടു തോന്നി നടക്കുക. ഇന്ത്യ ആണോ? ഇന്ത്യ. ഇത് എടാ സെബിന, ഇതാണ് ആദ്യത്തെ അംബാസഡർ ഹിന്ദുസ്ഥാന്റെ. സെബിൻ ഇതിലൊന്നും അല്ല കേട്ടോ. അല്ലേ സെബിന് കളക്ഷൻ എടുപ്പില്ല താല്പര്യം. എടാ എന്തുവാടാ നീ ഇത് കാണടാ കൂട്ടാ. എടാ എന്തുവാടാ സെബിനെ സത്യമല്ലേ സാറേ? നമ്മളൊക്കെ ഇത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. ഇവൻ മാത്രം വണ്ടിയോടല്ലേ ഇവന് താല്പര്യം. ഗൈസ് ഇത് അടുത്ത വണ്ടിയുണ്ടോ? ഷവർലയുടെ ഒരു കിഡിലം വണ്ടി കേട്ടോ. ഇത് അടുത്തത്. ഇത് മറ്റേ നമ്മുടെ CID മ്യൂസിക് അത് കണ്ടുപോലത്തെ സാധനമാണല്ലോ സാറേ. ഇതേതാ വണ്ടി? അമേരിക്ക കേട്ടോ. അമേരിക്കയുടെ 7 പേർക്ക് ഇരിക്കല്ലോ. സ്റ്റെപ്പ് ബൈക്കറോ? ആ സാധനം. ഇതെന്നാ? ഇതേതാ? ഇന്ത്യ. ഏതാ? ഇത് AC കൊള്ളാം. ഞങ്ങളെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോവാട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ബൈക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു കൊച്ചു സാധനം ബഗ്ഗി പോലെ അല്ലേ? ബഗ്ഗി. ഓസ്ട്രിയ സാറേ. ഓസ്ട്രിയയുടെ സാറേ ആർമി ടൈപ്പ് കേട്ടോ. ഇതൊരെണ്ണം കിട്ടുവാണെ കലക്കിയാനെ. ചെറുതും അങ്ങനെ ഇവിടെ ഇല്ല. ഇവിടെ അല്ല, ഡൊണേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികൾ. അവിടെയൊക്കെ ഒരു അംബാസഡർ ടൈപ്പ് എന്താ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഡൊണേറ്റഡ് ഉണ്ടോ വണ്ടി. ഇത് അടുത്തത് ഉണ്ടോ? ചെറിയൊരു വണ്ടി. ഇത് ഏതാണെന്നുള്ള ഇവിടെ നോക്കി അറിയാം കേട്ടോ. ഇത് ഇറ്റലിയിൽ നിന്ന് വന്ന സാധനം. ഇറ്റലി. ഈ കാണുന്നുണ്ടല്ലോ ഡാക്സൺ ഇല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടെ അറിയാം. ഡിസൈൻ ഏറ്റെടുത്ത പിന്നെ ഡാക്സൺ. അതിൻ്റെ പഴയ ഏതൊരു മോഡലാട്ടോ. അത് കലക്കം വണ്ടിയാണ്. ഔട്ടാകുന്നില്ല ആ ലുക്ക്. ഇത് നോക്കിയേ. ഇത് അടിപൊളി കേട്ടോ. ഇത് അമേരിക്കയിൽ നിന്ന് വന്ന ഇതാണ് വില്ലീസ്. ഇതാണ് വില്ലീസ് ജീപ്പിന്റെ ട്രക്ക്. ഇതേതാ സാറേ? ഈ വണ്ടിയാ? ഇതേ സാറേ. അടുത്ത് നോക്കിയേ. ഇതേതാ? ഫോർഡ് ട്രക്ക്. എൻ്റെ പൊന്നെ. അമേരിക്കൻ കിട്ടുന്ന സാധനമല്ലേ സാറേ? അത് കളിക്കട്ടെ. ഇതാ നമ്മുടെ പഴയ SC ടാറ്റ ട്രക്ക്. പണ്ടത്തെ യഥാർത്ഥ ബെൻസാട്ടോ ഇത്. കൊളാബ് ബെൻസ് അല്ലേ? ആണ് നമ്മുടെ ടെക്ട്രയുടെ പഴയ ഭഗവേദം.
പണ്ട് മിസൈലും മറ്റ് സംഭവങ്ങളൊക്കെ വഹിച്ചുകൊണ്ടിരുന്നത്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ സാധനം. ഇത് നമ്മളന്ന് പഞ്ചാബിൽ പോയപ്പം വണ്ടി, പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഒന്നും ചെയ്യാൻ ഇതിൻ്റെ ഒരു ടയറിനെങ്ങാനും വലിയ വിലയുണ്ട്. ഇത് 6x6 8x8 അങ്ങനെ എന്താണ് സംഭവം കേട്ടോ. 4x4 അല്ല, ഇത് 8x8 ആണ്. ഇത് സോവിയറ്റ് യൂണിയൻ ട്രക്കാട്ടോ ഈ സാധനം. ഞാൻ പറഞ്ഞ കറക്റ്റ് ആട്ടോ, ഇത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായ സാധനമാണ്. ഇന്ന് ടെക്ട്ര എന്നറിയപ്പെടുന്ന കമ്പനി. അന്നത്തെ ഇതിപ്പോൾ നമ്മൾ മറ്റേ കസാക്കിസ്ഥാനും റഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ KRAS എന്ന് പറഞ്ഞ ഈ കമ്പനിയാണ് ഇപ്പോഴും ഓടുന്നുണ്ടോ അവിടെ? ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു വേറെ ഉപയോഗമാണ് നമ്മുടെ ട്രാവലിനെ വലിച്ചെടുത്തോണ്ട് വന്നത്. അതിന്റെ പേരെന്നായിരുന്നു? ഏതാടാ? നമ്മുടെ വാന് ടെമ്പോ ട്രാവൽ വലിച്ചെടുത്ത് ഓർമ്മയുണ്ടോ? കസാക്കിസ്ഥാനിൽ നിന്ന് കുഴി പോയിട്ട് സോവിയറ്റ് യൂണിയന്റെ വാനാണ്. ഇതിന് 2 റിവേഴ്സ് 8 ഫോർവേഡ്. അന്നത്തെ കാലത്ത് എയർ ബ്രേക്ക് ഉണ്ടോ വണ്ടിക്ക്? ഇത് സോവിയറ്റ് ട്രക്കാടാ? നോക്കട്ടെ, വാ തുറന്നേ. ഓ, വയല് വല്ല ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോലത്തെ ബെൻസ് ആട്ടോ ഈ കാണുന്ന ബെൻസ്. ഓ, ഇത് ജർമ്മനി. ഇത് മാനുവൽ സാറേ, ഇത് 240 ഇത് തമിഴ്നാട്ടിലുള്ള ആരോ ഇത് ചെയ്താണ്. പ്രസന്റഡ് എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്തായിരിക്കും അല്ലേ? പ്രസന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാഹരിച്ചായിരിക്കും കേട്ടോ. കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇവർ മേടിച്ചായിരിക്കും. ഇതേ വേറൊരു മേഴ്സിഡീസ് ഇതേ കിടക്കുന്നു. ഇതേതാ സാറേ? 123 ആണോ? ഇതാണ് പഴയ BMW 7 സീരീസ്. ഓ, തീർച്ചയായും HP ഹിമാചൽ പ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന. വേറെ കാര്യമുണ്ട്, പുറത്തോട്ട് പോവാണെങ്കിൽ വണ്ടി ഇപ്പോഴും ഓടുന്നുണ്ട്. അതെ, കസാക്കിസ്ഥാനിലൊക്കെ ഇപ്പോഴും ഈ സാധനം ഓടുന്നുണ്ട്. ഇത് ബുള്ളറ്റ് പ്രൂഫ് ആട്ടോ, ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ. ഇത് അടുത്തത് ടയോട്ട പിന്നെ കൊറോള 1.6. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന വാഹനം ടയോട്ടയുടെ ഈ കാണുന്ന കൊറോള ആട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുപ്പിൽ ഞാൻ പറഞ്ഞ വളരെ ശക്തമായ കാര്യമാണ്. ഇത് സെബിനെ, ഇത് കിഡിലിനൊരു സാധനം കിടക്കുന്നു. ഡോഡ്ജ് USA. ഡോഡ്ജ് ഇത് ഗവൺമെന്റിന്റെ ആണ്. ഡോഡ്ജ് പവർ വഗൺ. എനിക്ക് തോന്നുന്നു ഇത് ഇറക്കുമതി ചെയ്ത വണ്ടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കൂടുതലും ഇവിടെ ഉള്ളാത്ത വണ്ടികൾ പണ്ട് ഇറക്കുമതി അല്ലായിരുന്നോ? അതെ, ഈ കാണുന്ന ട്രക്ടർ ഇല്ല, ട്രക്ടർ അല്ല, മറ്റേ പണ്ടത്തെ സോവിയറ്റ് ട്രക്ക്, അതൊക്കെ ഇറക്കുമതി ചെയ്താ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈകളിലായിരുന്നു. അതായത് പണ്ട് ഫുള്ളൂടെ വണ്ടി വന്നോണ്ടിരിക്കുവായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ജാഗൂർ എടുപ്പുണ്ട്. അതായത് വർഷവും നമ്മൾ വണ്ടി ഇല്ല കേട്ടോ. എന്നാ ഹോയ് നോക്കൂ. അതായത് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർ മലയാളികളാണെന്ന് എനിക്ക് മനസ്സിലാക്കട്ടെ. ഇവിടെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ മലയാളികളാണ്. ഇത് ഫസ്റ്റ് മോഡൽ ജാഗൂറാടാ. എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? ഈ ജാഗൂർ എല്ലാം ഒരു അല്ലേ? ഇതാണ് അമേരിക്കയുടെ വണ്ടി ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതൽ. ഇത് അമേരിക്കയുടെ വണ്ടി ആയിരിക്കും കേട്ടോ. ഓ, ഇത് ഏതാ ഇതേതാ സാറേ? ഇതേതാ വണ്ടി? ഓ, വണ്ടികൾ ഞാൻ പറഞ്ഞില്ലേ കാറ്റ്ലാക്ക്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം വെച്ചില്ലേ കാറ്റ്ലാക്ക് ഫുൾ വുഡ് ആണ്. ഫുൾ വുഡ് അമേരിക്കൻ വാഹനമാണ്. ഓട്ടോമാറ്റിക്. ഏത് കാലം? അന്നത്തെ റേറ്റ് ഉണ്ടോ? $30,840 $83. 30,000 ഇൻറ്റു നിങ്ങൾ ഇത് കൂട്ടിയാൽ മതി കേട്ടോ. അതായത് 83 കൂട്ടിയാൽ മതി. ഇത് ഏത് വർഷമാണെന്നുള്ളത് ഇത് കാണിക്കുന്നില്ല കേട്ടോ. 1989 1989 ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ട് സാറേ. കിട്ടില്ല വണ്ടി കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ. ഞങ്ങളിതിങ്ങനെ വാലിപ്പിള്ളേർ മറ്റേ ഉത്സവപ്പറമ്പിൽ കൂടെ നടക്കുന്ന പോലെ ഇതിങ്ങനെ വെപ്രാളം പിടിച്ച് നടക്കുക. ഇവിടെയൊക്കെ കിട്ടില്ല വണ്ടിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ മസ്ത വെച്ചിട്ടുണ്ട് കേട്ടോ. 1967 1967 മസ്ത കേട്ടോ കാണുന്നത്. പാതിരായി കഴിച്ചിട്ട് ഒരു കോഴി പോകുന്നുണ്ട് കേട്ടോ. പാതിരായി കഴിച്ചിട്ട് ഒരു കോഴി. എൻ്റെ പൊന്നെ. അല്ലല്ല സാറേ, പണ്ട് കാലത്ത് സാർ ഓർക്കുന്നുണ്ട് ഇതേപോലത്തെ വീൽ ഇങ്ങനെ തിരിഞ്ഞ് റൗണ്ട് അടിക്കുന്നത് അങ്ങനത്തെ ഫെസിലിറ്റി കണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഈ വീൽ ഇറങ്ങി വന്നിട്ട് വണ്ടി മൊത്തത്തിൽ കറക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. അങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഉണ്ടായിരുന്നു. ഫോർഡിനും മെഴ്സിഡീസിനും എല്ലാ വണ്ടികളും. ഇത് മെഴ്സിഡീസ് 1926 ജർമ്മൻ വാഹനമാണ്. ടോട്ടല് ഇത് ആദ്യമായിട്ട് ഞാൻ കാണുക. സ്റ്റാൻഡേർഡ് 2000 ഇന്ത്യ. സാറേ അന്നത്തെ ഒറിജിനൽ പ്രൈസ് എത്ര സാറേ? 2,12,000 രൂപ. ഞാൻ ആദ്യമായിട്ട് കാണോട്ടെ ഇങ്ങനെ ഒരു വാഹനം. ഇവിടെയൊക്കെ കോണ്ടസയും അങ്ങനെ പല പല വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഫോഴ്സിന്റെ ആദ്യത്തെ മെറ്റഡോറായി കാണുന്നത്. നമ്മുടെ നാട്ടിൽ മൈദയൊക്കെ അടിക്കുന്ന വണ്ടിയാണിത്. ഇപ്പോഴും മൈദ റഷ്യയുടെ അവിടുന്ന് നമ്മൾ കണ്ടിട്ടും കേട്ടും സോവിയറ്റ് ട്രക്കിന്റെ യഥാർത്ഥ ഡിസൈൻ ആണ്. ഇത് മാരുതി നമ്മുടെ ഇത് ഇറങ്ങിയല്ലോ, അതായത് 800. അതിനോട് കോമ്പറ്റീഷനായിട്ട് തന്നെ ഇറങ്ങിയ ഒരു ഇന്ത്യൻ ബ്രാൻഡായിരുന്നു ഇത്.
പക്ഷേ ഇത് അത്ര സക്സസ് ആയില്ല. ഇത് ഫൈബർ ബോഡിയാണ് സാറേ. ഈ ബോഡി ഫൈബർ ബോഡിയാണ്. നിലാവത്തെ വെച്ചുവിട്ട കോഴി ഇങ്ങ് വാ. അത് സുസുക്കി ഏതോ ഡോക്ടറും LIC-കാരനുമായുള്ളൊരു വ്യക്തിയുടെ വണ്ടിയാണ് ഇത്. മിസ്തിബുഷി മോനെ അല്ല, സോറി കേട്ടോ, മാരുതി മിസ്തിബുഷി എന്ന് വായിച്ചു. കമ്പനിയുടെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ റെയർ പീസ് കേട്ടോ. അത് ശരിയാ. ഇത് ഡൊണേറ്റഡ് ആണോ കളക്റ്റഡ് ആണോ? അല്ല അത് കൊടുത്താ എന്നാ പ്രസന്റഡ് അല്ലേ? പ്രസന്റ് പറയുമ്പോൾ കൊടുത്താ കേട്ടോ. ഈ വണ്ടി ഒരുപാട് ബാംഗ്ലൂർ. ശരിയാ. ഇത് JCB ആണോടാ? ട്രാക്ടർ. ഇതിന്റെ പേരാണ്. ഇത് ഗുജറാത്തിൽ നിർമ്മിച്ച സ്പീഡ് മാഷ്. ഇത് ഗുജറാത്തിൽ നിർമ്മിച്ച ഇത് ഗംഭീര സാധനം കേട്ടോ. ഇത് ഇന്ത്യനാടാ, ഗുജറാത്താ. ഇത് ബേക്കിലും ഫ്രണ്ടിലും അതിന്റെ സാധനങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന അവിടുന്ന് ഞങ്ങൾ നേരെ ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. പഴയ എണ്ണയൊക്കെ ആട്ടുന്ന സാധനം തോന്നുന്നു അല്ലേ സാറേ? പഴയ എണ്ണ ആട്ടുന്ന സാധനമൊക്കെയാണെന്ന് തോന്നുന്നല്ലേ അത്? ഈ കാണുന്ന പ്രൊജക്ടർ മെയ്ഡ് ഇൻ അമേരിക്ക കേട്ടോ. ഇത് അമേരിക്ക, ഇത് ഇന്ത്യ. പണ്ടിങ്ങനെ ആയിരുന്നോ? ഗൈസ് ഇത് അതെ പല സാധനം മെക്കാനിസം. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് എക്സിറ്റ് അടിച്ചു. 50 രൂപയ്ക്കുണ്ടല്ലോ 150% വളരെ വെർത്തായി ഒരു സംഭവമാണ്. കാരണം വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം കാണുമ്പോൾ ഒരു 3500 രൂപയിലും വരും. ഇപ്പോൾ സമയം 2 മണിയായി. ഇനി അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോവാണ്, സൂം. അതിന് ശേഷം ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകും. പിന്നെ വൃന്ദാവനത്തിൽ കുറച്ച് നൈറ്റ് കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ തിരിച്ചു പോകും. എൻ്റെ അനിയൻ ഇത്ര നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നിൻ്റെ കൂടുതൽ കൂടിയത് പോലെ എൻ്റെ അനിയൻ ഇങ്ങനെ ആയേ. എടാ നിന്നെ ഞാൻ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ നീ എൻ്റെ അനിയനെ നശിപ്പിക്കുവാണോടാ? കൈസ് നോക്കൂ, ലിവിനെ കൊണ്ട് പോവാ കേട്ടോ. ഇത് ഡു നോട്ട് തുപ്പരുതല്ലേ? തുപ്പുക കൈസ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാലാവസ്ഥയാണ്. ഞങ്ങളിനി ഇവിടെ നേരെ പോവാ കേട്ടോ. എന്തായാലും ആരെങ്കിലും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒട്ടുമിക്കപ്പെട്ട മലയാളികളൊക്കെ കണ്ടു കാണുന്നത് അല്ലേ? നമ്മളൊക്കെ ആയിരിക്കും ലാസ്റ്റ് വരുന്നത് അല്ലേ? സൂപ്പറാ കേട്ടോ, സൂപ്പറാ. അതായത് ഞങ്ങൾ വന്ന അതേ സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി. എടാ ഞാൻ ബേക്കിൽ ഇരുന്നോളാം കേട്ടോ. വേണ്ട നിനക്കൊരു വിഷമം. നീ ഫ്രണ്ടിൽ ഇരുന്ന് വേണ്ട സാറേ നീ പോടാ. സാറേ വണ്ടി തുറന്നോ? ഞാനേ ബേക്കിലായിരിക്കുന്നു. ഇവിടെ നല്ല രസമാണ്. മര്യാദയ്ക്ക് സാറ് ഓടിച്ചിട്ടുണ്ട്. സാറിന്റെ കാലിന് വേദന തുടങ്ങി കേട്ടോ. ഇനിയിപ്പോ കേറാൻ പോകുന്നതാണ്. ലോകം കണ്ട ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ചവിട്ടി കീറൊക്കെ പഠിച്ച് വണ്ടിയിട്ട് ഓലക്കൊക്കെ ഓടിച്ചെന്ന് കൈ തരും കേട്ടോ. കേറി തീരുമാനമായി കേട്ടോ. ഇവൻ തന്നെ ഇവനെ സ്വന്തം പോലത്തി പറഞ്ഞ ഇവന് എക്സ്പെർട്ടാണ്. മര്യാദയ്ക്ക് സാർ ഓടിച്ചു സുഖമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്ത് വണ്ടി നിർത്തി. ഫുള്ള് KL വണ്ടി. ഈ കാണുന്നതിൽ ഒരു ഒട്ടുമുഖ്യ വാഹനങ്ങളും KL കേട്ടോ. ഞങ്ങൾ നേരെ സൂവിലേക്ക് പോവാം. അതായത് 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് സൂവിലേക്ക് വരുന്നത്. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ലിബിൻ ചോറും മീൻ വറുത്തതും. അതെ, എൻ്റെ കണ്ണിലെ വെള്ളം കാണുമ്പോൾ അറിയാം. സെബിൻ ബിരിയാണി. നീ രക്ഷപ്പെട്ടം തോന്നുന്നു. ഞാൻ നിന്റെ ദുഃഖം കണ്ടപ്പോൾ ലിബിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ സാറും ബിരിയാണി പറഞ്ഞു. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തടിക്ക് കൊള്ളാവടാ, കൊള്ളാവോ? ബിരിയാണി നല്ല. ലിബിനെ വെട്ടുപോയോ? അത് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ വരുന്നവർ ഇവിടെ കയറാതെ പോകരുത്. കാരണം ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. പൈസ കൊടുക്കണമെന്നോട് ആരും ഇതിനകത്ത് കയറാതെ ഇരിക്കരുത്. വെരി കംഫർട്ട് അല്ലേ? വെരി കംഫർട്ട് ഡ്രസ്. അതെ, ഇതിനൊരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇനി അടുത്തൊരു ഇതങ്ങനെയാവും അല്ലേ സെവിനെ? ഗൈസ് ഞങ്ങൾ ആദ്യം പൈസ കൊടുക്കണമെന്ന് വിചാരിച്ച് പോകാതിരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ പ്രത്യേക ഇടപെടൽ മൂലം കാര്യങ്ങൾ നടന്നു. ഇതിലാട്ടോ എൻട്രി. ഞങ്ങൾ നേരെ സൂമിലേക്ക് കയറാൻ വേണ്ടി പോകാട്ടോ. ടിക്കറ്റ് കൗണ്ടർ ആട്ടോ. ടിക്കറ്റ് എടുക്കണം. പൈസ ഇവിടെ പോയി ഞങ്ങൾ ടിക്കറ്റ് കരസ്ഥമാക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിൽ ലൈറ്റർ ഉള്ളതുകൊണ്ട് അവരെ തിരിച്ചു വിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയും ഇപ്പം ഇല്ലാത്ത ശരിയാട്ടോ. ഗൈസ് ഇതിലെ പോയിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ടേ. ഗൈസ് ഫൈനലി സെബിനെത്തി. അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാനും ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കണം. നല്ല റഷ് എന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഇത്രയും തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇതൊരു സബ്വേ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു സബ്വേ കയറുന്നത്. ആണോ? ഞങ്ങള് സാറ് സ്കൂൾ പിള്ളേരെ കൊണ്ട് ഇഷ്ടംപോലെ വരുന്നതല്ല. സാറ് ഇഷ്ടംപോലെ ഇവിടെ വന്നിട്ടുള്ള ഞങ്ങൾ ആദ്യമായിട്ടാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളിലെത്തി കേട്ടോ. നല്ല തിരക്കാണ്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ഞങ്ങൾ പോയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ. 4 കൗണ്ടറാണ് ടിക്കറ്റ് എടുക്കാനുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നത്
അത് ചോദിക്കണം. സാധനം കിട്ടിയേട്ടോ, ഒരാൾക്ക് 100, 4 പേർക്ക് 400. നേരെ നമുക്ക് എൻട്രി അടിക്കാം കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ ബഗ്ഗിക്കുള്ള സാധനം എടുത്തു കേട്ടോ. ഒരാൾക്ക് എത്രയാണ്? 200. ഒരാൾക്ക് 200, 5 to 12 പേര് 800 പേർക്കായി 12 പേര് കയറിയാലേ വണ്ടി പോകുള്ളൂ. ഓ അങ്ങനെയുണ്ടോ? അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അതിൻ്റെ പ്രൈസിങ് ലിസ്റ്റ്. ഇത് ബഗ്ഗിക്കുള്ള കൂപ്പണാണ് കേട്ടോ. എന്നാ പറഞ്ഞ സെവിന് വരാനാ? ഞങ്ങൾ നേരെ ബഗ്ഗി കയറി പോകാൻ പോകാം കേട്ടോ. കാരണം സാറ് പറഞ്ഞത് പണ്ട് ഇവിടെ പോയപ്പോൾ സാറ് ഇതുപോലെ പെട്ടതാണ്. ഞങ്ങൾ ബഗ്ഗി എടുക്കാനുള്ള കാരണം ജോസ്മി സാർ എന്നോട് പറഞ്ഞു, സാറ് ഇത് വന്നപ്പോൾ 8 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്, അപ്പോൾ നീ ബഗ്ഗിക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അല്ല സാറേ, അതായിരിക്കും നല്ലത്. കയറുമ്പോൾ തന്നെ നല്ല കിളികളുടെയും പിന്നെ ടൈഗറിൻ്റെ ഒക്കെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ബഗ്ഗി കയറി 1 മണിക്കൂറുണ്ടെന്നോ? 1 മണിക്കൂർ. ഈ പോകുന്ന വഴിക്ക് തന്നെ ഇതുണ്ട്. ഇവിടെ നല്ല കിടിലൻ 2 ജിറാഫ് ഉണ്ട് കേട്ടോ. അതെ ഗൈസ് നോക്കൂ, ഞാൻ ആദ്യമായിട്ടാണ് ജിറാഫിനെ കാണുന്നത് കേട്ടോ. അതാ പറഞ്ഞത്, നമ്മളിതിനൊക്കെ കാണിക്കൂടാ. ഇവിടെ ഇപ്പോൾ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോരുത്തരെ അതിലും വലിയ സാധനം. അതാ സിവിനെ നിന്റെ സ്വഭാവം പുറത്തെടുക്കല്ലേ ഗൈസ്. അതായത് എല്ലാ സ്ഥലങ്ങളും സ്ലോ മൂവിങ്. മൂങ്ങ സ്ലോ 3 സ്ഥലത്ത് സ്റ്റോപ്പ് ഉള്ളു കേട്ടോ. ലവ് ബേർഡ്സ്, വലിയ വലിയ ആനിമൽസിനെ കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. ഇതന്നത് ലവ് ബേർഡ്സ് അല്ലേ? ലവ് ബേർഡ്സ്. എന്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തരും കേട്ടോ. 2 സൈഡും സംഭവങ്ങളുണ്ട്. ഈ സൈഡ് മൊത്തം മക്കാവുകളാട്ടോ. പലതരം മക്കാവുണ്ടല്ലോ. 2 മിനിറ്റാണ് നമുക്ക് വണ്ടി നിർത്തി തന്നിരിക്കുന്നത്. അപ്പം 3 സ്റ്റോപ്പിൽ ആദ്യത്തെ കഴിഞ്ഞു. വേണ്ട. ഇവിടെ ടൈഗർ ഉണ്ട്, ടൈഗറിനെ കാണാൻ പോവാ. സെവിനെ വാടാ. എവിടെ എടാ? എല്ലാവരും ഇപ്പുറത്തോട്ട് വന്നു. ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട് കേട്ടാ. എന്ത് എന്നാ അഴകാടോ കാണാൻ വേണ്ടി. പൈസ ഇതാട്ടോ, കിട്ടിയ ലുക്ക്. എന്തൊരു അഴകാണ്. ഒരെണ്ണം ഉള്ളോടാ. ഈ സംഭവം നടന്നു വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ മരത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോവാം. ഭാഗ്യം ഈ പ്രാവശ്യം അടുത്ത് വന്നു കേട്ടോ. ദേ വരുന്നു. എന്താ തീർ ലുക്കാട്ടോ. സാധനം അടുത്തെത്തിയിരിക്കുകയാണ്. ചൂടിന് താങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് ഭയങ്കര ലാഭട്ടാ. ആകെ എൻട്രി ഫീസ് 100 രൂപ. ലയൺ സ്റ്റോപ്പ്. ഓക്കെ. ടൈഗർ ഇതെന്നാ? എന്ത്? ഓ, അതിനെ കൂട്ടിലാക്കിയേക്കോടാ. ഇതേ പണി നടക്കുന്നുണ്ടേ. അവനെ കൂട്ടിലാക്കി. ടൈഗറാണോ ലയണാടാ? സിംഹം. ഞങ്ങളുടെ വാഹനം ഇവിടെ നിർത്തി. ഗൊറില്ല, ചിമ്പാൻസി ഇതിനൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. ഒരു ടൈപ്പിനെ കണ്ടു കേട്ടോ. ഇതേ ഒരെണ്ണം. ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ടോ കേട്ടോ. ഇതുണ്ടോ സെവിനെ? എവിടെ വെള്ളം കൊടുക്കുന്നത്? ഇതേ നടുക്ക്. ഇത് ചിമ്പ. ഇതാന്ന് തോന്നുന്നു ഗൊറില്ല. മനുഷ്യനെ പോലെ തന്നെ. ഇതൊക്കെ ഏത് രാജ്യത്തുനിന്ന് കൊണ്ടുവന്നൊക്കെ ഉണ്ടാകും കേട്ടോ. ഇതേ വരുന്നു മനുഷ്യനെ പോലെ തന്നെ. ഒരെണ്ണം ഉണ്ട്. പുല്ലിരുന്നല്ലോ, തിരിഞ്ഞിരുന്നു. ഈ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ കൂട് ഡൊണേറ്റ് ചെയ്തത് ഇൻഫോസിസുകാരാട്ടോ. ഓഹ്, അത് കലക്കി. ഇതാണ് സംഭവം. പിന്നെ അതവിടെ കയറിയിട്ടാ. അതേടാ, ഇത് ചാടിപ്പോടാ. മനുഷ്യനെ പോലെ നടക്കുന്നു. ഇത് ജർമ്മനിന്ന് കൊണ്ടുവന്നുണ്ടോ? ജർമ്മനി. ഓ, ഇത് വ്യത്യാസമുണ്ട്. ഇത് ഇതിന്റെ മേളിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ വേറെ എവിടുന്ന് കൊണ്ടുവന്നേ മരമൊക്കെ സെറ്റ് ചെയ്താക്കുന്ന കേട്ടോ. ഇതുണ്ട് ജർമ്മനിന്ന് കൊണ്ടുവന്ന. ഞങ്ങൾ നോക്കാൻ കുരങ്ങനെ കണ്ടപ്പോൾ ഒരു പുള്ളി ഭയങ്കര കൈയടി. അപ്പൊ കുറച്ച് വലിയ തിരിഞ്ഞു നോക്കുന്നത് വിമല പുള്ളി കൊട്ടിയതിന്റെ പൊടി കളഞ്ഞിട്ട് ഊതി കളഞ്ഞിട്ട് വായിലിടുക കേട്ടോ. മൊത്തം കോമഡിയാ. എങ്ങനെയാണോ പിടുത്തം കിട്ടുന്നല്ലോ. ഇത് ഉറങ്ങും കേട്ടോ. അതേ കിടക്കുന്നത്. ആള് നല്ല സൂപ്പർ ഉറക്കത്തിലാണ്. ഇത് നേരത്തെ കണ്ട സെയിം സാധനം തന്നെയാണല്ലോടാ. ഇതേ ചൊറിയുന്നു. അതെ എണീറ്റു മനുഷ്യനെ. ഈ ഒരു ചിമ്പാൻസിയുടെ ഗൊറില്ലയുടെ സെക്ഷൻ മൊത്തം ഇൻഫോക്സിസ് ആട്ടോ. ഇതേടാ സെവിന് ഇതേ ഇരിക്കുന്നു. ഫ്രണ്ട് ഭാഗമാണ് ഇവിടുന്ന് കാണാം.
ഇതാടാ അവൻ്റെ ഫ്രണ്ട് ഡോഗ് ഇവിടുന്ന് കറക്റ്റ് കാണാം കേട്ടോ. അതാ ഇതുണ്ടോ ഉറക്കുവനെ പാവം. ഞാൻ കുറച്ച് മുമ്പേ സാറിനോട് പറഞ്ഞോളൂ സാറേ ആസാമിൽ പോയിട്ട് നമ്മൾ കഞ്ചൻജംഗ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് തീർന്നു. ഇതേ ഇരിക്കുന്നു ഗൈസ്, ഇതേ വലുതോട്ടോ. ഇത് നോക്കിയേ ഫ്രണ്ട് കാണുന്നു സാറ്. ആ കറക്റ്റ് കണ്ടു. അസാമാന്യ ലുക്ക് കേട്ടോ. അടുത്ത് തന്നെ കിട്ടി കേട്ടോ ചീറ്റപ്പുലി. ഇത് ഭയങ്കര അപകടകാരി കേട്ടോ. ഇതല്ലേ എൻ്റെ പൊന്നെ പോണ പോക്ക് നോക്കി. ഇത് മറ്റേ നാര് പോലെ ഇരിക്കുമല്ലേ സാറേ? ഓ ഇതിന് വമ്പം കവറിങ് ആട്ടോ കൊടുത്തേക്കണം. ഇതേ വരുന്നു എൻ്റെ പൊന്നെ അസാമാന്യ സാധനം. ഇതേ വരുന്നു സീബ്ര. സീബ്ര. ഓ ചില സ്ഥലങ്ങളിൽ നിർത്തൂല കേട്ടോ. ഇവിടെ കുരങ്ങനുണ്ട് കേട്ടോ. അതിന് സാറേ എവിടെ സേവന? ഇതേ കരടി. എൻ്റെ പൊന്നെ ഇതേ കരടി. എൻ്റെ അമ്മോ എന്നാ അപകടകാരിയായ സാധനമാണെന്നറിയാവോ? നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കേട്ടോ. ചൈനയിലെ കരടി അത് പാണ്ട. ഇത് പാണ്ടല്ല കേട്ടോ. ആണോ? അത് വെറുതെ നല്ലു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ശ്വാസം വിടാതെ ചാവൂലേ? ഏതായാലും ഒന്നും ഉറപ്പാ. മാനാന്ന് തോന്നുന്നു. മാനെ നമ്മൾ അതിനെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണുന്നത്. ഇഷ്ടം പോലെ മാനുകളാട്ടോ. മാനാട്ടോ. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അടിപൊളി. ഇത് കലക്കി അറിയില്ല. കലമാൻ. അതിനെന്താ സാറേ? ഗൈസ് ഹായ് ഗൈസ് നോക്കൂ. ഇത് ഇവിടെ മാനാട്ടോ. ഇത് പ്രത്യേക മാന. എന്നാ മാനാടാ? അതാണ് കലമാൻ. ഇവിടെ കലമാനുണ്ടോ ഗൈസ്? ഇത് സാധനം നിൽക്കുന്ന നോക്കിയേ. എൻ്റെ പൊന്നെ ബൈസിക്കിള്. ഇത് അടിയാ അവിടെ. അടിയാ രണ്ടും തമ്മിൽ അടിയാട്ടോ. ഇത് നമ്മൾ ഈ ഇവിടെ ചെന്ന് ഇഷ്ടം പോലെ കാണാം. എവിടെയാന്ന് രസീവനെ? ഊട്ടി കൊടൈക്കനാല്. ആ സാധനം അത് ആ സാധനമാണ് അത്. അടിച്ച് ചാവും കേട്ടോ. അടിച്ച് ചാവുകയാണ് രണ്ടും കൂടെ. പൊന്നെ അസാമാന്യ സാധനം കേട്ടോ. ആഫ്രിക്കൻ എലിഫന്റ് കേട്ടോ. കൊമ്പ് അതിന്റെ ഇതും വ്യത്യാസം ഉണ്ടോ സേവനെ? ശരിക്കും ഭയങ്കര വലുപ്പം. അത് തന്നെ വ്യത്യാസമുണ്ട്. ചുളുങ്ങി ആയിരിക്കും. ഇവിടെ ഇഷ്ടം പോലെ കേട്ടോ. ഇത് ബൈസൈക്കിൾ ഇഷ്ടം പോലെ കേട്ടോ. ഇതുണ്ടോ സാറേ? കാട്ടുപോത്ത് എന്തൂരിയാ സാറേ? രാജസ്ഥാൻ. എടാ നീ പണ്ടേ നമ്മൾ വഴിതെറ്റി ഒരു പാടത്ത് കയറി പോയപ്പം കണ്ടില്ലേ ആ സാധനം? വല്ലതും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാണ്ട് കേട്ടോ. സംഭവം കറക്റ്റ് അത് തന്നെ. നെക്സ്റ്റ് ഗോറില്ലയാ? Please stop here. No. 1 second, 2 seconds. No. എൻ്റെ അമ്മയിരിക്കുന്നു ചിമ്പാൻസി. അസാമാന്യ സാധനം കേട്ടോ. ഇവിടെയൊക്കെ ഹനുമാൻ. സിംഹവാലം കുരങ്ങല്ലേ സാർ ഇത്? ഹനുമാൻ. ശരി കേട്ടോ. നോർത്ത് ഗറിൽ ഹനുമാൻ. അത് തന്നെ. ഇവിടെ ഇതേ പോകുന്നു. ഇതേ കിട്ടിയടാ സെവനെ ഇവിടുന്ന് എനിക്ക്. ഇതേ പോകുന്നു. കരടി കേട്ടോ. ഇന്ത്യൻ കരടി അല്ലടാ. ഇന്ത്യൻ റൈനോസർ. കഞ്ചൻജംഗയിൽ പോയി കഴിഞ്ഞാൽ കാണാട്ടോ. അപ്പൊ നേരത്തെ കണ്ട് ഇന്ത്യൻ അല്ലടാ സെവനെ സാറേ. ഇതാ കഞ്ചൻജംഗയിലുള്ള. അത് വേറെ ഏതോ കൺട്രിയാ. ഓ 2 ഉണ്ട് കേട്ടോ. അതൊന്നും അല്ല സാറേ. അങ്ങ് അതോ അവിടെ കിടക്കുന്നുണ്ടോ? ഇതേ 2-3 ഉണ്ട് കേട്ടോ. അയ്യോ ഇത് ഭയങ്കര പുറത്താണ്. 250 രൂപയ്ക്ക്. ഇവിടുന്ന് അടുത്ത് കാണാം സാറേ. ഇവര് ഭയങ്കര ശുദ്ധരാട്ടോ സേവനെ. ഇതേ നോക്കിയിരിക്കുന്നുണ്ടോടാ. ഇവര് ഭയങ്കര ശുദ്ധരാട്ടോ. ഇതേ നോക്കിയിരിക്കുന്നു. ഇത് ചാടുമൊന്നുമില്ലായിരിക്കും സാറേ? ഓസ്ട്രേലിയൻ. ഓസ്ട്രേലിയൻ. യെസ് സെബിനെ ലിബിനെ ഇത് ഓസ്ട്രേലിയൻ കങ്കാരു. ഇതാണോ ലിബിനെ? അടി കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ കാലത്ത് തീരുമാനമായിട്ട് പിന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബറിനെ കണ്ടു. ഹായ് ചേട്ടനെ കണ്ട ചേട്ടൻ ഞങ്ങൾ ഓടി വന്നു. ഇതുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ടൈപ്പ് പാമ്പുകളുണ്ട് കേട്ടോ. ഇതേതാ സീന? പാമ്പിന്റെ ഒരു വിശാലമായ ശേഖരം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടു. അനകൊണ്ടിനെ കണ്ടപ്പോൾ എൻ്റെ കിളി മാറിപ്പോയി. ലിവിൻ പേടിച്ച് പറിച്ചു. അതിന് മാത്രം വേണ്ടി എടുത്തു. ഞങ്ങൾ ഇനി മുതലേനെ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊരു
മുതല സ്നേഹിയാണ് ഇവൻ മുതല കേട്ടോ. ഇവൻ ഓണത്തിൽ പോയ പിന്നെ പാമ്പായിരുന്നല്ലോ, കാരണം ഇവന്റെ അടുത്ത് ഞാൻ ചെന്നില്ല. അതെ, ഇപ്പം പൂസായിരുന്നു കേട്ടോ മൊത്തം ഓണത്തിന്. പൂസ് എന്തിയാ? അതേ കിടക്കുന്നു. ഇതാട്ടോ ഇതാ ചീങ്കണ്ണി. അതേ ചീങ്കണ്ണി. ഇതാണ് സാറേ ചീങ്കണ്ണി എന്ന് പറയുന്നത്. ഇത് വിഷയമാണ് സാറേ. ഇതേ വാ തുറന്ന് ഇങ്ങനെ കേട്ടോ പല്ല് നോക്കിയേ, വളരെ ഓപ്പൺ ആയിട്ട് പക്ഷി. ഈ ആകെ ഒരു ചെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെന്താ അതിനാ ഓപ്പൺ ആയിട്ട് പക്ഷികളെ കാണാം കേട്ടോ. ഇത് അടിപൊളിയായിട്ടോ സേവിനെ. ഈ ഒരു കൂടെ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നോക്കിയേ, പെലിക്കൻ. ഞാനേ ഗുജറാത്തിൽ സൂറത്തിൽ പോയപ്പോൾ, സൂറത്തല്ല കച്ചി പോയപ്പോൾ ഇതേപോലത്തെ ഇതിന്റെ വേറെ ടൈപ്പ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പപ്പെട്ട മനസ്സിൽ പക്ഷെ കറക്റ്റ് സമയത്താണ് വന്നത്. കാണത്തൊന്നുമില്ല. ഇതിന് ചൂട് വേണം, തണുപ്പ് വേണം, പിന്നെ വെയിറ്റ് താങ്ങാതിരിക്കും എളുപ്പത്തിന് വേണ്ടി മൂക്ക് മാത്രം മുറി വെച്ചിട്ട് മുങ്ങി കിടക്കും. ഓ ഗൈസ് ഇതേ കിടക്കുന്നു. പക്ഷിനെ കണ്ടോ, അസാമാന്യ സാധനം. മുട്ട ഉണ്ടോ എന്നാ ഇല്ലാന്ന്? മുട്ട ഇഷ്ടം പോലെ കിടക്കുന്നു. മുട്ട വാങ്ങിക്കും സാറേ. അതിനെ കണ്ടോ കേട്ടോ, അസാമാന്യ വലിയ ജിറാഫ്. പിന്നെ വലിപ്പം ഈ ജിറാഫിന് ഒരു കൂട്ടില്ല കേട്ടോ, പല കൂട്ടിലിട്ടാക്കുന്നത്. പല ടൈപ്പാ. എക്സിറ്റ് കഥ നോക്കിയാ ഗൈസ്. നോക്കൂ, പരിപാടി കഴിഞ്ഞു. ഇത് വേറൊരു ടൈപ്പ് ജിറാഫ്, അത് കൊള്ളാം. ഇത് വേറൊരു ടൈപ്പ് ഗൈസ്. പരിപാടി കഴിഞ്ഞു, എക്സിറ്റ് ആട്ടോ. ഫൈനലി എക്സിറ്റ് അടിച്ചു. എക്സിറ്റ് അടിച്ചതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങളുടെ വണ്ടി കിടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ എല്ലാം കേലാണ്. കേൽ വളരെ അപൂർവമായിട്ട് കേ ഉള്ളൂ, പിന്നെ ടി എന്നെ ഉള്ളൂ, ബാക്കി ഫുള്ള് കേലാട്ടോ. ഇതാ ഫൈനലി ഞങ്ങൾ അങ്ങനെ സൂ കണ്ട് ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ വന്നത് ഭയങ്കര ഇത്, നമ്മൾ ലോകരാജ്യത്ത് എവിടെയെല്ലാം പോയി, ഇവിടെ വന്ന സുഖം വേറെ ഒന്നിനും കിട്ടൂല അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളാട്ടോ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഏറ്റവും ചീപ്പും ആൻഡ് ബെസ്റ്റും. ഓ ഗൈസ്, ഐ എം വെരി ഹാപ്പി. ടുഡേ ഐ ആം ഗോയിങ് ടു മൈ ഹോം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് 120 കിലോമീറ്റർ അടുത്തുള്ളൂ വീട്ടിലേക്ക്. ദൈവമേ, ഹോം ആൻഡ് സ്ലീപ്പിംഗ് ആൻഡ് ടുമോറോ ഇൻ കോട്ട്.